കാലം കാത്തുവെക്കുന്ന കാവ്യനീതി എന്നൊരു ചൊല്ലുണ്ട്. കാലമെല്ലാം കാത്തുവെക്കും. ഒരു കണക്കും എടുക്കാതെ കാലം കഴിഞ്ഞു പോയിട്ടേയില്ല. ചരിത്രം മുഴുവൻ അങ്ങനെയാണ്. അനീതികളെയും അക്രമത്തെയും അധർമ്മത്തെയും കാലം കണക്ക് ചോദിപ്പിക്കും. ചിലർക്കുള്ള ഭാഗ്യമെന്ന് പറയുന്നത് അവരുടെ ജീവിതകാലത്ത് തന്നെ കണക്ക് ചോദിക്കുന്നത് അവർക്ക് കാണാൻ പറ്റും. ചിലർക്കാണെങ്കിൽ അവരുടെ മക്കൾക്ക് കാണാൻ പറ്റും. ചിലർക്കാണെങ്കിൽ ചെറുമക്കൾ വരെ പോകും. എന്തായാലും 3 തലമുറ കൊണ്ട് എല്ലാ കണക്കുകളും എല്ലാ കാവ്യനീതികളും ഈ ഭൂമിയിൽ കണക്ക് തീർത്തിട്ടേ ഉള്ളൂ. പ്രകൃതി അങ്ങനെ കണക്ക് തീർക്കും. വളരെ അപൂർവം കേസുകളിൽ ചിലപ്പോൾ തലമുറകൾ എടുക്കും. എന്തായാലും ഇവിടെ ഡോക്ടർ സിസ തോമസിന്റെ കാര്യത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാലത്തിന്റെ കാവ്യനീതി നടപ്പിലായി. ഇന്നത്തെ കേരള കൗമുദിയുടെ 5ാമത്തെ പേജിലെ ചിത്രമാണ് സിസ തോമസിന്റെ ചിത്രം. എത്ര വലിയ ചിരിയാണ് അവർ ചിരിക്കുന്നത് അറിയാവോ? സിസ തോമസ്, ഡോക്ടർ സിസ തോമസ്. ഈ ചിരിയുടെ പിന്നിൽ ഒരുപാട് കണ്ണുനീരുണ്ട്. അവർ മണിക്കൂറുകളാണ് സെക്രട്ടേറിയറ്റിൽ ചെന്ന് അവർ മന്ത്രിയുടെ ഒരു അപ്പോയിന്റ്മെന്റിന് പുറത്തു നിന്നത്. പിയൂണന്മാർ ഉൾപ്പെടെയുള്ള ആരും അവരെ കടത്തിവിട്ടില്ല. അവർ ഒരു സാങ്കേതിക സർവകലാശാലയുടെ ജോയിന്റ് ഡയറക്ടറായിരുന്നു. ആ കാലത്തിൽ ഒരു വനിതയാണ്. അവരെ കടത്തിവിട്ടില്ല. ഒന്ന് പോയി കാണട്ടെ, ജനാധിപത്യത്തിൽ തൻ്റെ മന്ത്രിയെ ഒന്ന് കാണാൻ, ഡോക്ടർ ബിന്ദുവിനെ കാണാൻ അവർ അനുവദിച്ചില്ല. IAS ആണെങ്കിൽ സെക്രട്ടറിയെ ഒന്ന് കാണാം, വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിയെ കാണാം എന്ന് പറഞ്ഞ് സെക്രട്ടറിയെ കാണാൻ ചെന്നിട്ടും അനുവദിച്ചില്ല. മണിക്കൂറുകളോളം അവർ സെക്രട്ടേറിയറ്റിൽ കാത്തു നിന്നിട്ടും അവർക്ക് മന്ത്രിയെയും കാണാൻ പറ്റിയില്ല, IAS കാരനെ കാണാൻ പറ്റിയില്ല. എന്നാൽ ഭരണകൂടത്തിന്റെ ക്രൂരത അവിടെയും നിന്നില്ല. അവർ വിരമിക്കുന്ന ദിവസം, അതേ ദിവസം തന്നെ അവരുടെ വീട്ടിൽ അച്ചടക്ക നടപടിയുടെ നോട്ടീസ് എത്തിച്ചു. ഇതിൽ പരം ശവത്തിൽ കുത്തുന്ന പോലുള്ള ഇതിൽ പരം ഒരു പീഡനം ഒരു ഭരണകൂടത്തിന് ചെയ്യാനില്ല. നമ്മൾ ഫാസിസം എന്നൊക്കെ മുക്കിന് ഹിറ്റ്ലറെയും മുസോളിനിയെയും ഒക്കെ വിളിക്കുകയും ഇവിടെ ചിലരെങ്കിലും മോഡിയെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ അക്ഷരാർത്ഥത്തിലുള്ള ഫാസിസമാണ് നടന്നത്. ഡോക്ടർ സിസ തോമസിന്റെ പേരിൽ, സിസ തോമസിനോട് അങ്ങനെ ചെയ്തിടത്തുനിന്ന് കാലം അതൊക്കെ എഴുതി വെച്ചു, കാത്തുവെച്ചു. അവർ സെക്രട്ടേറിയറ്റിന്റെ വീതികളിലൂടെ നടന്നു പോയപ്പോൾ അവിടെ സന്തോഷത്തോടു കൂടി തൻ്റെ മന്ത്രിയെ, തൻ്റെ വിദ്യാഭ്യാസ സെക്രട്ടറിയെ കാണാൻ പോയപ്പോൾ സന്തോഷത്തോടു കൂടിയും ചിരിച്ചു വന്നപ്പോൾ അവർ കലങ്ങിയ കണ്ണുകളുമായിട്ടായിരിക്കാം തിരിച്ചു വന്നിട്ടുള്ളത്. അവരുടെ കണ്ണുനീർ സെക്രട്ടേറിയറ്റിന്റെ ഏതെങ്കിലും പടിപ്പുരയിൽ വീണിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും കാലം വീണ്ടും അവരോട് നീതി പുലർത്തി. അവരുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് കേസാകുന്നു. അവരെ VC ആക്കുന്ന സാങ്കേതിക സർവകലാശാല VC-യുടെ കേസാകുന്നു. അവസാനം കാലം പലതും കാത്തുവച്ച കൂട്ടത്തിൽ ഇപ്പോഴിതാ കേരള യൂണിവേഴ്സിറ്റിയുടെ VC-യുടെ ചാർജ് ഇട്ടിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി VC മോഹൻ കുന്നുമേൽ ലീവിലേക്ക് പോയ സമയം നോക്കി അദ്ദേഹം പോകുന്നതിന് മുമ്പ് നമ്മുടെ അവിടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പത്മനാഭസ്വാമി ദാസന്റെ സൊസൈറ്റിയുമായി സംഘടനയുമായി സേവാ സമിതിയെ ബന്ധപ്പെടുത്തിയ ഒരു പരിപാടി, അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങളെ സംബന്ധിച്ചൊരു പുസ്തകം കുരുക്ഷേത്ര പബ്ലിക്കേഷൻ ഇറക്കിയിട്ടുള്ള കാഫ സുരേന്ദ്രനൊക്കെ ടീം ഇറക്കിയ ഒരു പുസ്തകത്തെക്കുറിച്ച് സെനറ്റ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിക്ക് ആദ്യം അനുവാദം കൊടുക്കുന്നു. പിന്നെ അവിടെ ഭാരതാംബ വയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് സെനറ്റ് അംഗങ്ങളും SFIക്കാരെല്ലാം കൂടി പോയി ആരെ മൂട്ടുന്നു? അവിടുത്തെ രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിനെ മൂട്ടുന്നു. അനിൽകുമാർ എന്നാൽ VC-യോട് ഇത് ഒന്നും ബ്രീഫ് ചെയ്യുന്നില്ല. VC പറഞ്ഞു ഈ പ്രശ്നത്തിൽ ഇടപെടരുന്ന് പറഞ്ഞു എന്ന് പറയുന്നു, ബ്രീഫ് ചെയ്തില്ല എന്ന് പറയുന്നു. എന്തായാലും VC-യെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട്, വൈസ് ചാൻസലർ നിർത്തിക്കൊണ്ട് ചാൻസലറായ, തൻ്റെ കൂടി ചാൻസലറായ ഗവർണറെ കൊഞ്ഞനം കുത്തി കാണിക്കാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതേ അനിൽകുമാർ മാഗസിൻ നമ്മുടെ കോളേജിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്തും പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ദേവസ്വം ബോർഡ് കോളേജ്, പമ്പയ ദേവസ്വം ബോർഡ് അയ്യപ്പ കോളേജിൽ പോയപ്പോൾ അവിടെ നടത്തിയ പരിപാടികളിലും ഭാരതാംബ ഉണ്ടായിരുന്നു. അതിലൊന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ SFIയും CPM ഭരണകൂട വ്യവസ്ഥകളും മന്ത്രിമാരും ഭാരതാംബക്കാരെ പിടിച്ചപ്പോൾ CPIയും അനിൽകുമാറും കൂടി അതിനകത്ത് കയറി പിടിച്ചു. അനിൽകുമാർ CPM-ന്റെ നോമിനിയായിട്ട് പ്രൈവറ്റ് കോളേജിൽ നിന്ന് വന്ന ആളും കൂടിയാണ്. പ്രൈവറ്റ് കോളേജിൽ നിന്ന് വന്നുകൂടെ എന്നുള്ള നിയമമൊന്നും എനിക്കറിയില്ല, അത് വീണ്ടും വേറെ ചർച്ച ചെയ്യണം. എന്തായാലും പ്രൈവറ്റ് കോളേജിൽ നിന്നാണ് അദ്ദേഹം വന്നത്. പിന്നെ വന്നു കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു മോഹൻ കുന്നുമേൽ. ആ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബിന്ദു കത്തെഴുതി. ആർക്ക്? ഒരു കാലഘട്ടത്തിൽ തന്നെ കാണാൻ അനുവദിക്കാത്ത സിസ തോമസിന്, തന്റെ സെക്രട്ടറിയെ കൊണ്ട് സിസ തോമസിന് ഒരു അപ്പോയിന്റ്മെന്റ് പോലും കൊടുക്കാതെ, സിസ തോമസിനെ സംസാരിപ്പിക്കാതിരുന്ന അതേ ഡോക്ടർ സിസ തോമസിന് മന്ത്രി കത്ത് കൊടുത്തിരിക്കുന്നു. രജിസ്ട്രാറുടെ ഇത് പിൻവലിക്കണം,
എന്തൊരു കാവ്യനീതിയാണ്. പക്ഷേ അപ്പോഴും പറയുന്നു രജിസ്ട്രാർഡ് സസ്പെൻഷന് VC-ക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് വെറുതെ മറുപടി കൊടുക്കും എന്നുള്ളതിനപ്പുറം അത് റദ്ദാക്കാൻ കഴിയില്ല എന്ന് പറയും. സിൻഡിക്കേറ്റ് യോഗത്തിൽ റദ്ദാക്കുകയാണ് വേണ്ടതെന്ന് മറുപടിയിലുണ്ട്. സസ്പെൻഷൻ ഉത്തരവ് VC-ക്ക് റദ്ദാക്കാൻ കഴിയില്ലെന്നും മറുപടി കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്ത നടപടി തെറ്റാണെന്നും ഉടൻ റദ്ദാക്കുമെന്ന് മന്ത്രി ബിന്ദു നൽകിയ കത്തിന് സിസ തോമസ് ഇന്ന് മറുപടി നൽകാൻ സാധ്യതയുണ്ട്. സസ്പെൻഷൻ ഉത്തരവ് VC റദ്ദാക്കാൻ കഴിയില്ലെന്നും സിൻഡിക്കേറ്റ് യോഗത്തിൽ വച്ച് റദ്ദാക്കുകയാണ് വേണ്ടതെന്നുള്ള മറുപടിയിൽ ഉണ്ടാകും. ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുന്ന വിഷയമാണിതെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കും. എന്തായാലും പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി അല്ല കൊടുക്കുക എന്നറിയുന്നു. കാലമേ, നീ എന്തെല്ലാം ആർക്കെല്ലാം വേണ്ടി കാത്തുവച്ചിരിക്കുന്നു.